ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ സ്വർണ്ണവിലയിൽ ചെറിയ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. ഇത് തുടക്കം മുതൽ തന്നെ പറയാം, ഇത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു വില കുറയുവാനുണ്ടായ കാരണങ്ങളും ഇനി വില കുതിച്ച് കയറുകയില്ല എന്നതിനെ കുറിച്ച്. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇന്നുണ്ടായ വില വർധന, ഇന്ന് 8720 രൂപയാണ് ഗ്രാം, 69,760 രൂപയാണ് അവന്റെ വില, ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്. ഇനി വർധനവോ ഇടിവോ ഉണ്ടാവോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെങ്കിലും ഏതായാലും വലിയ തോതിലുള്ള ഒരു വർധനവ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചലനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ഏതായാലും ഒരു ഒറ്റയടിക്ക് ഇനി ഉയരങ്ങൾ കീഴടക്കാൻ സ്വർണം ഒരിക്കലും ഇനി ഉള്ള ദിവസങ്ങളിൽ സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിപണി സ്റ്റഡിയിലാണ്. എല്ലാ വിപണിയും ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ആയി നിലകൊള്ളുകയാണ്. ഈ അവസരത്തിൽ ഒരു വലിയ വർധന എന്തായാലും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. വലിയ വർധന ഉണ്ടാവുകയുമില്ല. ഏതായാലും ഈ വില വർധനവിനെ കുറിച്ച്, ആഗോള വിപണിയിലെ ചലനങ്ങളെ കുറിച്ച് ഒക്കെ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഒരു വലിയ വില വർധനവിന് യാതൊരു കാരണവശാലും ഇപ്പോൾ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചെറിയ കുറവുകളും വരുന്നുണ്ട്. വേൾഡ് മാർക്കറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ കേരളത്തിലും വരുന്നു എന്ന് മാത്രം. ഒരു കാരണവശാലും ഇനി പഴയ ഉയരങ്ങൾ സ്വർണം കീഴടക്കില്ല എന്ന് തന്നെ പറയാം. 69,760 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നതായി മനസ്സിലാക്കുന്നത്. 6 മാസത്തിന് ഇടയിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവ് സ്വർണത്തിന് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ചയാണ്. സ്വർണ്ണവിലയിൽ ലോക വിപണിയിൽ 0.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഔൺസിന് 3223.6 സ്വർണ്ണവില കുറഞ്ഞത്. ഈ ആഴ്ചയിൽ മാത്രം സ്വർണ്ണവിലയിൽ 3% ഇടിവ് രേഖപ്പെടുത്തി. 2024 നവംബറിന് ശേഷം ഞായറാഴ്ച ഇതാദ്യമായാണ് സ്വർണം ഇത്രയും മോശം പ്രകടനം രേഖപ്പെടുന്നത്. US ഗോൾഡ് ഫ്യൂച്ചറിന്റെ നിരക്കും 0.1% ഉയർന്ന് 3224.90%. സ്വർണം കടുത്ത വിൽപ്പന സമ്മർദ്ദം അഭിമുഖീകരിക്കുന്ന വിപണിയിൽ നിന്നുള്ള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും ഇതൊക്കെയാണ് ചെറിയ ചെറിയ ചലനങ്ങളാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ മാറ്റത്തിന് കാരണം. ഇത് ഒരു വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെയാണ് വേൾഡ് ഗോൾഡ് മാർക്കറ്റ് ചലനങ്ങളൊക്കെ വീക്ഷിക്കുന്ന മുതിർന്ന വ്യാപാരികളും മാർക്കറ്റിന്റെ വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കുന്നത്, പറയുന്നത്. അതനുസരിച്ചാണ് നമ്മളും ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി ഒരു പുതിയ ഉയരങ്ങളൊന്നും സ്വർണം കീഴടക്കാൻ പോകുന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ 200-300 രൂപയുടെ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും എന്നല്ലാതെ അത് കയറിയും ഇറങ്ങി നിൽക്കും. എന്തായാലും ഇനി താഴേക്ക് തന്നെയാണ് വരാൻ സാധ്യത. ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഈ രംഗത്തുള്ളവരുടെ ഒക്കെ വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചിരുന്നു. അത് ഉയരങ്ങൾ കീഴടക്കാതിരിക്കാനുണ്ടായ കാരണങ്ങളും ലോക വിപണിയിലുണ്ടായ പോസിറ്റീവ് ചലനങ്ങളും അതുകൊണ്ടുണ്ടായ മാറ്റങ്ങളും ഒക്കെ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് തന്നെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ ചെറിയ ഉയർച്ചയ്ക്ക് കാരണം. അത് വീണ്ടും എന്തായാലും താഴേക്ക് തന്നെ വരാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും എങ്കിലും ഇനിയും താഴേക്ക് തന്നെയാണ് വില വരാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും വില കുറയട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.